നിങ്ങൾക്ക് സിക്സ് പാക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് സിക്സ് പാക്ക് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നമ്മളുടെ നിലവിലെ സയൻസ് വെച്ചിട്ട് ഇവിടെ ഉണ്ട്. സർജറി ഒന്നും ഇല്ലാതെ തന്നെ നമുക്കപ്പോൾ ഫാറ്റ് റിമൂവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ? സർജറി ഇല്ലാതെ നോൺ സർജിക്കലി കുറേ മെത്തേഡ്സ് ഉണ്ട് ഫാറ്റ് റിമൂവലിന് വേണ്ടിയിട്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചൂട് വെച്ചിട്ട് റിമൂവ് ചെയ്യാം, കൂൾ ടെമ്പറേച്ചർ വെച്ചിട്ട് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ലേസർ വഴി റിമൂവ് ചെയ്യാം ഫാറ്റ്. അതുമല്ല റെഡ് ലൈറ്റ് വെച്ച് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്, അൾട്രാസൗണ്ട് വെച്ചിട്ട് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട് ഫാറ്റ് റിമൂവൽ, സർജിക്കലി ഓപ്ഷൻ അല്ലാതെ നോൺ ഇൻവേസീവ് ആയിട്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഓരോന്നും? നമുക്ക് കോൾഡ് ടെമ്പറേച്ചർ വെച്ചിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൂൾ സ്കൾപ്റ്റിംഗ് അഥവാ ക്രയോലിപ്പോലൈസിസ് എന്ന് പറയും. ഓക്കെ, അതാണ് കോൾഡ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഫാറ്റ് ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഫാറ്റ് റിമൂവൽ ചെയ്യുന്ന മെത്തേഡാണ് കൂൾ സ്കൾപ്റ്റിംഗ് അല്ലെങ്കിൽ ക്രയോലിപ്പോലൈസിസ് എന്ന് പറയും. പിന്നെ നമുക്ക് HIMT എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഹൈ ഇന്റൻസിറ്റി ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ മസിൽ കൺട്രാക്ഷൻ വരുത്തും. മസിൽ കൺട്രാക്ഷൻ വരുത്തിയിട്ട് മസിൽ ബിൽഡിംഗ് ആണ് അതിൽ നടത്തുന്നത്. മസിൽ ബിൽഡിങ്ങും ഫാറ്റ് റിമൂവലും ഒരുമിച്ച് നടത്തുന്ന ഒരു മെത്തേഡാണ് HIMT എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പം നമുക്ക് ഫാറ്റ് റിമൂവലിന് ഇപ്പോൾ സർജിക്കലി തന്നെ വേണമെന്നില്ല ആ സിക്സ് പാക്ക് ബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ HIMT പോലെ നോൺ സർജിക്കൽ മെത്തേഡ്സും കൂടെ ഉണ്ട് നമുക്ക് സിക്സ് പാക്ക് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കൂൾ സ്കൾപ്പിങ്ങിലും അല്ലെങ്കിൽ HIMTയിലൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? മിനിമൽ സൈഡ് എഫക്ട്സ് വരാം, ചെറിയൊരു സ്വെല്ലിംഗ് വരാം, ചെറിയ റെഡ്നെസ് വരാം. അതല്ലാതെ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ട്രീറ്റ്മെന്റ് സർജിക്കൽ അല്ലാത്തത് കൊണ്ട് തന്നെ. ഇത് ആർക്കൊക്കെ എടുക്കാൻ പറ്റുക? എന്തെങ്കിലും ഏജ് ക്രൈറ്റീരിയ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ഉള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ടോ? ഇപ്പൊ കൂൾ സ്കൾപ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ക്രയോലിപ്പോലൈസിസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ഇഞ്ച് ഓഫ് ഫാറ്റ് ആണെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനെ ആ ഫാറ്റിനെ ഫ്രീസ് ചെയ്യാൻ നമുക്ക് സക്ഷൻ വഴി വാക്യൂം വെച്ചിട്ട് എടുത്തിട്ടാണ് അതിനെ ഫാറ്റിനെ ഫ്രീസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ഇഞ്ച് ഓഫ് ഫാറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ കൂൾ സ്കൾപ്റ്റിംഗ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ട്രീറ്റ്മെന്റ്. അതില്ല എങ്കിൽ നമുക്ക് HIMT ട്രീറ്റ്മെന്റ് ഉണ്ട് ഓപ്ഷൻ. അപ്പം ആ പേഴ്സൺ ടു പേഴ്സൺ വേരിയേഷൻസ് ഉണ്ട്, ഏത് ട്രീറ്റ്മെന്റാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു പേഴ്സണിന് പറ്റിയ ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല കൂൾ സ്കൾപ്റ്റിംഗ്. ഇപ്പോൾ ഒരാൾക്ക് പറ്റുമെങ്കിൽ മറ്റേ ആൾക്ക് ചിലപ്പോൾ HIMT ആയിരിക്കും പറ്റുക. അപ്പം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഇയാൾക്ക് ഇതാ നന്നാവാന്ന്? അപ്പം ഇപ്പൊ ഏതൊക്കെ ഏരിയാസിലാണ്, ഫോർ എക്സാമ്പിൾ ഏതൊക്കെ ഏരിയാസിലാണ് ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ളതെന്ന് നോക്കുക. ഇപ്പൊ നമുക്ക് ഡബിൾ ചിൻ ആണുള്ളത്, ഇപ്പൊ ഈ ഏരിയയിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ കൂൾ സ്കൾപ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് കുറച്ച് ഏരിയാസിലുള്ള ഫാറ്റ് നമുക്ക് അവിടെ എടുത്തിട്ട് ആപ്ലിക്കേറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഫാറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതല്ല കുറച്ചുകൂടെ മസിൽ ബിൽഡിംഗ് ഒക്കെ വേണ്ട ആളാണ്, ചെറിയൊരു വയറൊക്കെ ഉള്ളതെങ്കിൽ നമുക്ക് HIMTയിലേക്ക് പോവാം. അപ്പൊ നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ പാർട്ടിലെയും ഫാറ്റ് നമുക്ക് കളയാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലുള്ള ഫാറ്റ് നമുക്ക് കളയാൻ പറ്റുക? ഇത് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഫാറ്റ് റിമൂവൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചിൻ ഏരിയയിലെ ഫാറ്റ്, ഡബിൾ ചിൻ ഏരിയയിലെ ഫാറ്റ്, അബ്ഡോമനിലെ ഫാറ്റ്, ആംസിലെ ഫാറ്റ്, തൈസിലെ ഫാറ്റ്, ബട്ടക്സിലെ ഫാറ്റ്, ഇതൊക്കെയാണ് ഇതിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ എഫക്ട് എത്ര നാളാണ് നിലനിൽക്കുക? ഇതൊരു പെർമനന്റ് ആയിരിക്കുമോ, അല്ലെങ്കിൽ പിന്നെയും നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ പിന്നെയും എടുക്കേണ്ടി വരും ട്രീറ്റ്മെന്റ്? ആക്ച്വലി പോയ ഫാറ്റ് ഒരിക്കലും തിരിച്ചു വരില്ല അൺലെസ് യു ഗെയിൻ ദ വെയിറ്റ്. അതായത് നമ്മൾ തിരിച്ച് വെയിറ്റ് ഗെയിൻ ഉണ്ടായാൽ മാത്രമേ ഫാറ്റ് പുതിയത് വരുള്ളൂ. മറ്റേത് ഓൾറെഡി അത് പോയി, ആ ഫാറ്റ് പോയി. അപ്പൊ അത് പിന്നെ തിരിച്ചു വരില്ല. അപ്പൊ അത് ആക്ച്വലി ഒരു പെർമനന്റ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാതെ സൂക്ഷിക്കണം. ഓക്കെ. ഈ കൂൾ സ്കൾപ്പിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതായത് എക്സസൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ അധികം ദേഹാനങ്ങിയിട്ടുള്ള പരിപാടികളോ, അല്ലെങ്കിൽ ഫുഡ് റെസ്ട്രിക്ഷൻസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയാറുണ്ടോ? അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഡയറ്റും വർക്കൗട്ട്സും ഒക്കെ കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് കംപ്ലീറ്റ്ലി ഉണ്ടാവുള്ളൂ. അതല്ല പിന്നെയും നമ്മൾ വെയിറ്റ് ഗെയിനിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല, പിന്നെയും ഫാറ്റ് ഗെയിൻ ഉണ്ടാവും. ഈ ലൈപ്പോസെക്ഷനും അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലൈപ്പോസെക്ഷൻ സർജിക്കൽ മെത്തേഡാണ്, ഇതൊക്കെ നോൺ സർജിക്കൽ മെത്തേഡാണ്. ലൈപ്പോസെക്ഷൻ ആണോ കൂടുതൽ എക്സ്പെൻസ് ആവുക, ഇത്തരം നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണോ കൂടുതൽ എക്സ്പെൻസ്? ഡെഫിനറ്റ്ലി സർജിക്കൽ പ്രൊസീജിയേഴ്സിനായിരിക്കും എക്സ്പെൻസ് കൂടുതൽ ഉണ്ടാവുക. ഇത് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് പ്രൊസീജിയേഴ്സ് ആണ്. കൂൾ സ്കൾപ്റ്റിംഗ് ആയാലും HIMT ആണെങ്കിലും നമുക്ക് കൂടുതൽ സെഷൻസ് ചെയ്താൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും പേഷ്യൻസിന്. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പം എന്താ എല്ലാവരും ഈ നോൺ സർജിക്കൽ സാധനത്തിലേക്ക് പോകാതെ സർജിക്കലിലേക്ക് പോകേണ്ട കാര്യം എന്താ? അതെപ്പോഴാണ് ലൈപ്പോസെക്ഷൻ? അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോൺ സർജിക്കൽ ഓപ്റ്റ് ചെയ്താൽ മതിയല്ലോ. വളരെ കൂടുതലായിട്ടുള്ള ഫാറ്റ് ഉണ്ട്, ഇതിലൊന്നും കുറയാത്ത തരത്തിലുള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ലൈപ്പോസെക്ഷനിലേക്ക് പോകേണ്ടി വരും. വളരെ കൂടുതൽ BMI ഉള്ളവരൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ലൈപ്പോസെക്ഷനിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഒരു മാസീവ് ഫാറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഫാറ്റ് ലോസ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിലാണ് നമ്മൾ ആദ്യം തന്നെ ലൈപ്പോസെക്ഷനിലേക്കും സർജറിയിലേക്കും ഒക്കെ പോകേണ്ടത്. അതല്ല എങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. കൂൾ സ്കൾപ്റ്റിംഗ് അല്ലെങ്കിൽ HIMT പോലത്തെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട്.
ഇപ്പൊ ലൈപ്പോസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റെസ്റ്റിംഗ് ടൈം വേണ്ടി വരുമോ? സർജിക്കൽ ഓപ്ഷൻസ് ആണെങ്കിൽ റെസ്റ്റിംഗ് ടൈം എന്തായാലും വേണ്ടി വരും. അതുപോലെ ഇതിന് അത്ര റെസ്റ്റിംഗ് ടൈം ഇല്ല, ഡൗൺ ടൈം ഇല്ല. കൂൾ സ്കൾപ്റ്റിങ്ങിനും HMT ഒന്നും ഡൗൺ ടൈം ഒന്നും ഇല്ല. അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. ആണോ? ഇപ്പൊ ആൾക്കാർ അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്സിനാണ്. ഇപ്പൊ കൂൾ സ്കൾപ്റ്റിംഗ് പോലെ അല്ലെങ്കിൽ HMT പോലത്തെ ട്രീറ്റ്മെന്റ്സിനാണോ കൂടുതൽ ആൾക്കാർ വരുന്നത്? അതെ അതെ, ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് മെയിൻലി കൂൾ സ്കൾപ്റ്റിങ്ങും HMT പോലത്തെ ട്രീറ്റ്മെന്റ് ആണ് മെയിൻലി ആൾക്കാർ വരുന്നത്. അത് പെട്ടെന്ന് ഒരു ഡേ കെയർ പ്രൊസീജിയർ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 30 to 45 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയേഴ്സ് ആണ് ഈ HMT ആണെങ്കിലും കൂൾ സ്കൾപ്റ്റിംഗ് ആണെങ്കിലും. അപ്പൊ അത് കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഈ കൂൾ സ്കൾപ്പിങ്ങിന്റെയും അല്ലെങ്കിൽ HMTയുടെ ഒക്കെ കേരളം പോലുള്ള സ്ഥലത്ത് അതിന്റെ ഒരു എക്സ്പെൻസ് എങ്ങനെയാ വരുന്നത്? സർജറി കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ് എക്സ്പെൻസ് ഈ കൂൾ സ്കൾപ്റ്റിങ്ങിനും HMTക്കും ഒക്കെ ഉള്ളൂ. അപ്പം ഒരു ലേമാനിന് എടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നടിമാരടക്കം നമ്മൾ മോഡൽസ് ആയിട്ടുള്ള ആമ്പിള്ളേരടക്കം എല്ലാവർക്കും ഭയങ്കര ഒബ്സഷൻ ഉണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ജോ ലൈൻ, അതുപോലെ തന്നെ ഇവിടുത്തെ ഫേസ് ഫാറ്റ് കളയുക, കുറച്ചും കൂടെ ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ആക്ച്വലി സർജിക്കലി അല്ലാതെ നമുക്ക് ഫേസിലെ ഫാറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഹൈഫു എന്ന് പറയും. അത് ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് ആണ്. അതിൽ അൾട്രാസൗണ്ട് വെച്ചിട്ട് നമ്മളെ കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫേസ് ലിഫ്റ്റ് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് ഹൈഫു എന്ന് പറയുന്നത്. ഇതിനും ഡൗൺ ടൈം വളരെ കുറവാണ് ആൻഡ് മൈൽഡ് പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് തന്നെ നമ്മൾ നമ്പിങ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും ബെയറബിൾ ആയി കിട്ടും നമുക്ക്. അതിപ്പോ നമ്മളുടെ ഈ നെറ്റിയിൽ ഉണ്ടാകുന്ന ചുളിവുകളില്ലേ, ആ ചുളിവുകൾ മാറ്റണം. അപ്പൊ എന്ത് ട്രീറ്റ്മെന്റ് ഓപ്റ്റ് ചെയ്യണം? നെറ്റിയിൽ ഉണ്ടാകുന്ന ചുളിവുകൾക്ക് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നെറ്റി പൊന്തിച്ചിട്ടും നമ്മൾ ഫ്രൗൺ ചെയ്തിട്ടൊക്കെ കിട്ടുന്ന ചുളിവുകളാണ്. അത് പറയുന്നത് ഡൈനാമിക് റിങ്കിൾസ് എന്നാണ്. അതായത് അവിടുത്തെ മസിൽ കൺട്രാക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന റിങ്കിൾസ് ആണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ്. ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബോട്ടുലിനം ടോക്സിൻ വെച്ച് നമ്മൾ അവിടുത്തെ മസിൽസിനെ പാരലൈസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത് ഒരു 6 months വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മൾ ഇഞ്ചെക്റ്റബിൾസ് ആണ്, സർജിക്കൽ അല്ല, ഇഞ്ചെക്റ്റബിൾ ട്രീറ്റ്മെന്റ് ആണ്. ഇഞ്ചെക്ട് ചെയ്യും ബോട്ടോക്സ്. ഒരു 2 to 6 days അതിന്റെ റിസൾട്ട് കിട്ടും. ഒരു 6 months വരെ നമുക്ക് അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ചില പെൺകുട്ടികളൊക്കെ ഇപ്പൊ കോൺടൂർ ചെയ്യാറില്ല മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഇതല്ലാതെ നമ്മൾ മേക്കപ്പ് അല്ലാതെ നമുക്ക് പ്രൊസീജിയറിലൂടെ എങ്ങനെ കോൺടൂറിങ് ചെയ്യാൻ പറ്റുമോ? അതെ, നമുക്ക് ആൾക്കാർ വരുന്നത് ഇപ്പൊ ജോ ലൈൻ വേണമെന്ന് പറഞ്ഞിട്ടാണ്. ഒരു ഒബ്സഷൻ ആണ് ജോ ലൈനിന് വേണ്ടിയിട്ട്. അപ്പൊ ജോ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. സർജിക്കലി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നോൺ സർജിക്കലി തന്നെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത് ഹൈഫു ട്രീറ്റ്മെന്റ്. ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ഫാറ്റ് റിമൂവ്, അണ്ടർ ഈ ചിന്നിന്റെ ഉള്ള ഫാറ്റ്, ഈ ഭാഗത്തുള്ള ഫാറ്റ്, ജോ ലൈനിലെ ഫാറ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ജോ ലൈൻ ക്രിയേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഇപ്പൊ ഫില്ലർ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അത് ഹൈലറോണിക് ആസിഡ് ഫില്ലേഴ്സ് ഉണ്ട്. അത് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ജോ ലൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഈ പറയുന്ന പോലെ ഒരു വാലിഡിറ്റി എത്ര മാസമായിരിക്കും അതിന്റെ ലൈഫ്? അത് 1 year ഒക്കെ ലാസ്റ്റ് ചെയ്യും. 1.5 years വരെയൊക്കെ ഫില്ലർ ട്രീറ്റ്മെന്റ് ലാസ്റ്റ് ചെയ്യും. അപ്പൊ ജോ ലൈൻ വേണ്ട ആൾക്കാരപ്പോ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി. എക്സ്പെൻസീവ് ആണോ അത്? ഫില്ലർ ട്രീറ്റ്മെന്റ്സ് കമ്പാരിറ്റീവ് ടു മറ്റേ ഹൈഫു അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് പെർ ml വെച്ചിട്ടായിരിക്കും ഓരോ സ്ഥലത്തുള്ള എക്സ്പെൻസ് ഉണ്ടാവുക. ഇതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ? നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ബോട്ടോക്സിനും ഫില്ലേഴ്സിനൊക്കെ. എക്സ്പേർട്ട് ഇഞ്ചക്ടേഴ്സ് ആണെങ്കിൽ അങ്ങനെ സൈഡ് എഫക്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. വളരെ മൈൽഡായിട്ട് ബ്രൂസിങ് വരാൻ സാധ്യതയുണ്ട്. അതല്ല ചെറിയ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് തന്നെ ടെമ്പററി ആണ്. ഈ ബോട്ടോക്സിനാണോ ഫില്ലറിനാണോ കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക? അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ, എത്ര ചുളിവുകൾ, എവിടെയൊക്കെയാണ് ചുളിവുകൾ ഉള്ളതെന്നനുസരിച്ചിരിക്കും. ആളനുസരിച്ചിരിക്കും. എവിടെ ചെയ്താലാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് കൊടുക്കാൻ പറ്റുക ആൾക്ക് എന്നനുസരിച്ചിരിക്കും ഏതാണ് ആൾക്ക് കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ചില ആളുകളും വന്ന് പരാതി പറയുന്ന കാര്യമായിരിക്കുമല്ലോ ഈ ഡബിൾ ചിൻ ഉള്ളത്. അതായത് ഒരുപാട് ഒബിസിറ്റി ഉള്ള ആൾക്കാരുടെ ഒക്കെ ചിലപ്പോൾ പ്രശ്നമായിരിക്കും ഡബിൾ ചിൻ. ഈ ഡബിൾ ചിന്നെ മാറ്റാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഡബിൾ ചിന്നിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കൂൾ സ്കൾപ്റ്റിംഗ് ഒരു ഓപ്ഷൻ ആണ്. കൂൾ സ്കൾപ്റ്റിംഗിൽ ഫാറ്റ് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് ആ ഏരിയയിലുള്ളത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2-3 സെഷൻ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഹൈഫു നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് വെച്ചിട്ട് നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റും, അൾട്രാസൗണ്ട് വെച്ചിട്ട്. ഇനി അതും അല്ല എങ്കിൽ നമുക്ക് ത്രെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ത്രെഡ്സ് വെച്ചിട്ട്
ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ കൊളാജൻ പ്രൊഡക്ഷൻ വഴി ഡബിൾ ചിന്ന് കുറയ്ക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പോൾ ചില നടിമാരുടെയൊക്കെ ഫേസ് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വളരെ സിമിലർ ആയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ സംയുക്ത മേനനാണെങ്കിലും പിന്നെ മഹിമയുടെ ആണെങ്കിലും ഇവിടെ ഈ ജോ ലൈൻ്റെ അവിടെ ഒരു ട്രയാങ്കിൾ പോലുള്ള ഒരു ഷേപ്പിൽ വരുന്നത് കാണാം. അതെന്താ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്? അപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ ആൾക്കാർ വരുന്നത് ഒരു ഗോൾഡൻ റേഷ്യോ ഒക്കെ ഉണ്ട് ഫേസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു സ്റ്റാൻഡേർഡൈസ് ട്രീറ്റ്മെന്റ് ആയിട്ട് പോലെ നമുക്ക് ഫില്ലർ ട്രീറ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് ഇപ്പം ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ട് നമുക്ക് ഫില്ലർ ട്രീറ്റ്മെന്റ് വെച്ചിട്ട് ഫില്ലർ വെച്ചിട്ട് പോയിന്റഡ് ചിന്ന യൂഷ്വലി ആൾക്കാർ പറയാം. പോയിന്റഡ് ചിന്ന് വേണം, പെൺകുട്ടികൾ യൂഷ്വലി വരുന്നത് പോയിന്റഡ് ചിൻ വേണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ യൂഷ്വലി എല്ലാവരും ഫില്ലർ ട്രീറ്റ്മെന്റ്സ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഫില്ലർ ട്രീറ്റ്മെന്റ് വഴിയിട്ടാണ് ഈ വി പോലെ യൂഷ്വലി അങ്ങനെയാണ് കിട്ടാറ്. നമ്മൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ വി ചിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ബ്രോഡ് ആവാൻ സാധ്യതയുണ്ട് പ്രായം കൂടുന്തോറും. അപ്പൊ കുറച്ചുകൂടെ യൂത്ത്ഫുൾനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫില്ലർ യൂഷ്വലി പോയിന്റഡ് ചിൻ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 30 above ഉള്ളവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടേ അവരുടെ ഒരു ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ്സും അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഒക്കെ എന്തൊക്കെയാ? യൂത്ത്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം മെയിൻലി പോയിക്കൊണ്ടിരിക്കുന്ന IV ഗ്ലൂട്ടാതയോൺ ട്രീറ്റ്മെന്റ് ആണ്. അതിൽ ഫെയർനെസ്സും അതിൽ ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ് ഉണ്ട്. IV ഗ്ലൂട്ടാതയോണിന് ഫെയർനെസ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ അതൊക്കെ ടെമ്പററി ആണ്. ഇത് കുറേ മെയിൻ്റനൻസ് വേണ്ടി വരും. കുറേ അപ്പം ബഡ്ജറ്റ് ഉള്ളവരാണ് യൂഷ്വലി അത് ചെയ്യുക. അത് മെയിൻ്റനൻസ് കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് എക്സ്ക്രീറ്റ് ആയി പോകുന്നൊരു സബ്സ്റ്റൻസ് ആണ് ഗ്ലൂട്ടാതയോൺ. പിന്നെയുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ ഇപ്പം അത് ഡിപ്പെൻഡ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ്, ഫില്ലേഴ്സ്, ത്രെഡ് ലിഫ്റ്റ്, ഇതൊക്കെ ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് പറയുന്ന. റിങ്കിൾസ് വരുന്നതിന് നമ്മൾ ബോട്ടോക്സ് ചെയ്യും, റിങ്കിൾസിന് നമ്മൾ അല്ലെങ്കിൽ ഫാറ്റ് ലോസിന് വേണ്ടി നമ്മൾ ഫില്ലേഴ്സ് ചെയ്യും. പിന്നെ നമ്മൾ ത്രെഡ് ലിഫ്റ്റ് യൂഷ്വലി ഫേസ് സാഗിങ്ങിന് വേണ്ടിയിട്ട് ത്രെഡ് ലിഫ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് യൂഷ്വലി ചെയ്തു വരുന്ന ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ. ഓക്കെ. ഈ ഗ്ലൂട്ടത്തായോൺ ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും IVs എക്സ്പെൻസീവ് ആണെന്നൊക്കെ അറിയാം. പക്ഷേ വൺസ് നമ്മളൊരു IV ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര നാള് ഇതിന്റെ റിസൾട്ട് നിലനിൽക്കും? എത്ര തവണ ഒരു വർഷം എടുക്കേണ്ടി വരും IVs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ? IV ആണെങ്കിൽ ആക്ച്വലി ഓരോരുത്തർക്കും ഗ്ലൂട്ടാതയോണിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാതയോണിനെ എക്സ്ക്രീറ്റ് ആയി പോകും. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഗ്ലൂട്ടാതയോൺ ഉണ്ട്, അതിന് നമ്മുടെ കിഡ്നി വഴി എക്സ്ക്രീറ്റ് ആയി പോവുക ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എൻസൈം ലെവലൊക്കെ അനുസരിച്ചിരിക്കും ഒരാളുടെ ഗ്ലൂട്ടാതയോൺ എത്ര കാലം നിലനിൽക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ. ഒരാൾക്ക് നിങ്ങൾക്കുള്ളത് പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക് ഗ്ലൂട്ടാതയോൺ നിലനിൽക്കുന്നത്. അത് വേരിയേഷൻസ് ഉണ്ടാവാം. 60-70 വയസ്സുള്ള ആളുകളിലൊക്കെ ഫേസിൽ ഉണ്ടാവുന്ന ചുളിവുകൾ ഉണ്ടല്ലോ, ഈ ചുളിവുകളൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ മാറ്റാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി അല്ലെങ്കിലും നമുക്ക് ഒരു പരിധി വരെ അതിനെ കുറയ്ക്കാൻ പറ്റും. അതാണ് നമുക്ക് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് വഴി ഫേസിലുള്ള ഫോർഹെഡിലുള്ള ചുളിവുകളാണെങ്കിൽ നമുക്ക് ഫോർഹെഡ് റിങ്കിൾസിന് വേണ്ടിയിട്ട് ബൊട്ടോക്സ് ചെയ്യാൻ പറ്റും. ഇനി ഈ സ്മൈൽ ലൈൻസിന് നേസോ ലേബിയൽ ഫോൾഡിലുള്ള ചുളിവുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഫില്ലർ ട്രീറ്റ്മെന്റ് ചെയ്യാം. അതല്ല എങ്കിൽ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ത്രെഡ് ലിഫ്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇനി അതല്ല എങ്കിൽ നമ്മുടെ ഫേസിലെ സാഗിങ് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഹൈഫു ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ അവൈലബിൾ ആണ്. ഈ ബോട്ടോക്സ് ഫില്ലേഴ്സ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മളെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നുണ്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത്? ഒന്നാമത് നമ്മൾ ബൊട്ടോക്സും ഫില്ലേഴ്സും ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നത് തന്നെ വളരെ കുറവാണ്. 6 months to 1.5 years ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നത്. ടെമ്പററി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. മിനിമൽ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള ബ്രൂയിസിങ്, സ്വെല്ലിങ് അതൊക്കെ അല്ലാതെ ഇപ്പൊ എക്സ്പേർട്ട് ഇഞ്ചക്ടേഴ്സിന്റെ അടുത്താണ് പോകുന്നതെങ്കിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UAE പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഭൂരിഭാഗം ലേഡീസും അവിടെ ലിപ് ഫില്ലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ലിപ് ഫില്ലേഴ്സിന്റെ പിന്നിലുള്ള ഒരു ട്രീറ്റ്മെന്റും അതിന്റെ ഒരു സാധ്യതയും എത്രമാത്രമാണ്? എങ്ങനെയാണ് അത് ഇവിടെ നടക്കുന്നത്? ലിപ്സ് നമ്മൾ ഏജിങ് ആവുന്നതിനനുസരിച്ച് ലിപ്സ് തിന്നായി വരാൻ സാധ്യത, എസ്പെഷ്യലി അപ്പർ ലിപ്പ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഫില്ലർ ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം കുറച്ചുകൂടെ ഫുള്ള് ലിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലിപ്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഹൈൽറോണിക് ആസിഡ് ഫില്ലേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു 1.5 years 1 year 1.5 years ഒക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യേണ്ടി വരും ഇത് കണ്ടിന്യൂസ്ലി. അപ്പൊ എത്ര നാളായി അതിന്റെ എഫക്ട് നിലനിൽക്കുക? 1.5 years ആണ് നമുക്ക് കിട്ടുക അതിന്റെ ഒരു എഫക്ട്, റിസൾട്ട് ലാസ്റ്റ് ചെയ്യുക. അപ്പൊ അത് കഴിഞ്ഞാൽ അത് അബ്സോർബ് ആയി പോകും. അത് നമുക്ക് ഈ അതിന്റെ ഇന്റൻസിറ്റി, അതായത് എത്രയാണോ വലിപ്പം കൂട്ടേണ്ടത് നമുക്ക് തീരുമാനിക്കാമോ? അത് എത്ര ml വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് എത്ര കൂടണം എന്നനുസരിച്ച് അത്ര ml നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാന്നുള്ളതാണ്. നേരെ തിരിച്ചു വരാറുണ്ട്, അതായത് ലിപ്പിന്റെ സൈസ് കൂടുതലാണ് അത് കുറയ്ക്കണം
എന്നുണ്ടെങ്കിൽ അപ്പം എന്താ ചെയ്യേണ്ടത്? അതിന് സർജിക്കൽ ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ലിപ് സർജറീസ് യൂസ് ചെയ്തിട്ട് കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബേസിക്കലി സ്കിൻ എക്സ്പേർട്സ് ഒക്കെ പറഞ്ഞു തരിക നമ്മളൊരു പോസ്റ്റ് 20s ആവുന്ന സമയത്ത് നമ്മളുടെ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെന്റ്സും സ്കിൻ കെയറും ഒക്കെ തുടങ്ങണം എന്നാണല്ലോ. എങ്ങനെയാണ് നമ്മളൊരു 28-29 ശേഷം നമ്മൾ എങ്ങനെയാണ് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെന്റ്സും സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാ പറയാ? ഏറ്റവും നല്ല ആൻറ്റി ഏജിങ് ട്രീറ്റ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൺലൈറ്റ് ആണ് ഫോട്ടോ ഏജിങ്ങിന് ഒരു മെയിൻ ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പൊ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ള ആ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ തന്നെ ഒരു മെയിൻ ആൻറ്റി ഏജിങ് സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അത് എത്രയും നമുക്ക് ഹാൻഡി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ ഉള്ളത് നമ്മൾ യൂഷ്വലി കേട്ട് വരുന്ന റെറ്റിനോൾസ് യൂസ് ചെയ്യുക ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിൻ സൈക്ലിംഗ് മെത്തേഡ്സിൽ നമുക്ക് റെറ്റിനോൾസ് യൂസ് ചെയ്യാം. അത് ട്വൈസ് വീക്ക്ലി അല്ലെങ്കിൽ ത്രൈസ് വീക്ക്ലി ഓൾട്ടർനേറ്റ് ഡേയ്സ് വെച്ചിട്ട് നമുക്ക് റെറ്റിനോൾസ് യൂസ് ചെയ്യാം. പിന്നെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെന്റ്സ്, നിയാസിനമൈഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി സിറംസ് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് ആൻറ്റി ഏജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ. ഓ ഓക്കെ. ഈ റെറ്റിനോള് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്, പിറ്റേ ദിവസം നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട്, വെയിലത്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. റെറ്റിനോൾസ് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം സൺസ്ക്രീൻ ഇല്ലാതെ, സൺ പ്രൊട്ടക്ഷൻ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സൺബേണോ പിഗ്മെന്റേഷനോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. രാവിലെ റെറ്റിനോള് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിൽ യൂസ് ചെയ്താൽ പ്രശ്നമുണ്ടോ? നൈറ്റ് ആണ് റെറ്റിനോൾസ് യൂസ് ചെയ്യേണ്ടത്. മോർണിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൺലൈറ്റ് ഉള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് നൈറ്റ് റൂട്ടീനിലാണ് നമ്മൾ റെറ്റിനോൾസ് യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് പേര് ഇപ്പോൾ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഹെയർ റിഡക്ഷന് വേണ്ടിയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലൂടെ പോകുന്നൊരു കാര്യമായിരിക്കും, ഇതിൽ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ളത്. എന്തോ അങ്ങനെ ലേസർ ഹെയർ റിഡക്ഷൻ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ? ആക്ച്വലി ഇപ്പം നമുക്ക് കറന്റ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കൊണ്ട് PCOD ഒക്കെ കുറേ പേർക്ക് ഉള്ള ഒരു കണ്ടീഷനാണ്. PCODന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എക്സസീവ് അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അതിനുള്ളൊരു ബെറ്റർ സൊല്യൂഷനാണ് ഇപ്പം നമ്മൾ അത് ലേസർ ഹെയർ റിമൂവൽ ആയിരിക്കും ബെറ്റർ സൊല്യൂഷൻ. അപ്പം അതല്ലെങ്കിൽ ഇപ്പം ആൾക്കാർ ചെയ്യുന്നത് റേസിങ്ങും വാക്സിങ്ങും ഒക്കെ. അപ്പം അതിനുള്ള സൈഡ് എഫക്റ്റിന്റെ അത്ര പോലും ലേസർ ഹെയർ റിമൂവലിൽ ഇല്ല. അപ്പം ലേസർ ഹെയർ റിമൂവൽ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേക്ക് ഒരു സെമി പെർമനന്റ് കൂടി ഉള്ള ഒരു റിസൾട്ടും കൂടിയാണ് ലേസർ ഹെയർ റിമൂവൽ ചെയ്ത് കഴിഞ്ഞാൽ. ഏകദേശം എത്ര നാൾ നിലനിൽക്കും അപ്പോൾ അതിന്റെ എഫക്ട്? നമുക്കൊരു 6 to 8 സെഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ അതൊരു മെയിൻ്റനൻസിലേക്ക് പോകും. അതായത് 6 monthly അല്ലെങ്കിൽ 1 year ഇയർലി ഒക്കെ ചെയ്താൽ മതിയോ, നമ്മുടെ ഹെയർ ഗ്രോത്ത് എത്ര ഉണ്ടെന്നനുസരിച്ചിട്ട്. ഓക്കെ. ഇതിപ്പോ നമ്മൾ സമ്മർ സീസണിൽ ഇരുന്നിട്ടാ സംസാരിക്കുന്നത്. എത്രയൊക്കെ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയാലും നമുക്ക് നമ്മളുടെ സ്കിൻ പിഗ്മെന്റഡ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കുമല്ലോ. വൺസ് നമ്മളുടെ സ്കിൻ പിഗ്മെന്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സർവീസസ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ആലോചിക്കേണ്ടത്? നമ്മൾ പിഗ്മെന്റേഷനിൽ മെയിൻലി നമുക്ക് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. പിഗ്മെന്റ് ലേസേഴ്സ് ഉണ്ട്, ക്യൂ സ്വിച്ച് ലേസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നമുക്ക് പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യാൻ, ടാൻ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അത് നമ്മൾ സെഷനായിട്ട് എടുക്കുകയാണെങ്കിൽ, മന്ത്ലി സെഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ടാനും ഈ സൺലൈറ്റ് കൊണ്ടുണ്ടാകുന്ന ഹാംഫുൾ പിഗ്മെന്റേഷനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓ ഓക്കെ. നമ്മുടെ സ്കിന്നിൽ മാത്രമല്ലല്ലോ, അപ്പോൾ നമ്മുടെ ലിപ്സും ഈ പറഞ്ഞ പോലെ സണ്ണിൽ എക്സ്പോസ്ഡ് ആവുമല്ലേ, ലിപ്പും പിഗ്മെന്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പോൾ സണ്ണുകൊണ്ടുള്ളത് മാത്രമല്ല, അല്ലാതെയും ഇപ്പോൾ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സ്മോക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒക്കെ ഈ ലിപ്സ് പിഗ്മെന്റഡ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളപ്പോൾ എന്ത് ട്രീറ്റ്മെന്റിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ലിപ് പിഗ്മെന്റേഷൻ ആക്ച്വലി ആദ്യം നമ്മൾ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ, നമ്മൾ സ്മോക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും ലിപ് പിഗ്മെന്റേഷൻ അവിടെ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ചൂട് ചായ, ചൂട് കോഫി ഒക്കെ കണ്ടിന്യൂസ്ലി കുടിക്കുന്ന ആളാണെങ്കിൽ പിഗ്മെന്റേഷൻ പിന്നെയും വരാൻ സാധ്യത. ഈ ചായ നമ്മളുടെ ലിപ്പിന് ഭയങ്കര ചൂട് സബ്സ്റ്റൻസ്, ഹോട്ട് സാധനങ്ങൾ കുടിക്കുന്നത് ലിപ്പിന്റെ പിഗ്മെന്റേഷൻ കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മൾ ലിപ് ലിക്കിംഗ് ഹാബിറ്റ്, ലിപ് ബൈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പിഗ്മെന്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഹാബിറ്റ്സ് ഒക്കെ മാറ്റണം. അതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് ലിപ് ലേസേഴ്സ്. ലേസേഴ്സ് വഴി നമുക്ക് പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു SPF ഉള്ള ലിപ് ബാമും കൂടെ യൂസ് ചെയ്യണം. അതുപോലെ ഈ ടീനേജിൽ, അതായത് ഒരു ടീനേജിൽ, അതുപോലെ ഈ ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നമായിരിക്കുമല്ലോ ഈ പിമ്പിൾസ് എന്ന് പറയുന്നത്, ആക്നെ പ്രോബ്ലംസ്. ഈ ചില സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, ചില സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ആക്നെ പിന്നെയും കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ആക്നെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ
എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് എന്തൊക്കെയാ? ആക്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധന, അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന സാധനമല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം. അതിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഓയിൻമെന്റ്സും കുറേ സൺസ്ക്രീൻസും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കുറേ ചെറിയ കാര്യങ്ങളുണ്ട്. നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ട, റുട്ടീനിൽ ചേഞ്ചസ് വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കണ്ടിന്യൂസ്ലി ഒരേ പില്ലോ കവർ തന്നെ യൂസ് ചെയ്താൽ അങ്ങനെ നമുക്ക് ആക്നെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ തലയിലുള്ള താരൻ കൊണ്ട് ആക്നെ വരുന്ന സാധനമുണ്ട്, അതായത് ഫംഗൽ ആക്നീസ് പോലത്തെ വരുന്നുണ്ട്. അപ്പം അതിന്റെ റൂട്ട് കോസ് ആദ്യം ട്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആക്നെക്ക് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് കെമിക്കൽ പീൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, കാർബൺ പീൽ ട്രീറ്റ്മെന്റ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ സെഷൻ വൈസ് ആയിട്ട് എടുക്കണം. അതേപോലെ തന്നെ അണ്ടർലൈങ് ആയിട്ട് എന്തെങ്കിലും PCOD അങ്ങനത്തെ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ട്രീറ്റ് ചെയ്ത് കൂടെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ആക്നെ കംപ്ലീറ്റ്ലി നമുക്കൊരു ചെറിയ ക്യൂർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത്. ഈ കെമിക്കൽ പീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ സ്കിന്നിനെ കൂടുതൽ ഇപ്പം നാച്ചുറൽ ഇതിനെ നശിപ്പിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കാം. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി 28 ഡേയ്സിൽ ടേൺ ഓവർ ടൈം ഉണ്ട്. അതായത് സ്കിന്ന് സെൽഫ് റിജുവിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കെമിക്കൽ പീൽ ചെയ്യുമ്പം ഒരു അടിയിലുള്ള പുതിയ സ്കിന്നിനെ നമ്മൾ റെജുവിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അതൊരു നല്ല ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. അതല്ല എങ്കിൽ മാത്രമേ കെമിക്കൽ പീൽ യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ അതൊരു ഹാംഫുൾ എഫക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഡോക്ടർ താങ്ക് യു സോ മച്ച്. ഈ പറയുന്ന പോലെ ഫാറ്റ് റിഡക്ഷൻ ഉള്ള ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, ഈ പറയുന്ന പോലെ സർജറിയൊക്കെ ഭയന്നിരിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ HIMT പറയുന്ന പോലെ വേറെ ഒരെണ്ണങ്ങളുണ്ടല്ലോ, കൂൾ സ്കൾപ്പിംഗ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഉപകാരപ്പെടുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. അവർക്കൊക്കെ ഈ പറയുന്ന ഒരു വലിയൊരു ഐ ഓപ്പണർ ആവട്ടെ ഈ സെഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ലിറ്ററലി എ ക്വാളിറ്റി ടൈം. താങ്ക് യു.